ആർജി അഞ്ജലി എന്ന് പറയുന്ന ആളുടെ പ്രൊഫൈലിൽ നിന്ന് വന്ന ഒരു വീഡിയോ. ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് കളിയാക്കുന്നത് പോലെയുള്ള അല്ലെങ്കിൽ ഒരു വാക്ക് ഉപയോഗിച്ച് പറഞ്ഞ ഒരു കാര്യം അത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുകയും അതുപോലെ അവർ വന്ന് മാപ്പ് പറയുകയൊക്കെ ചെയ്ത ഒരു കാര്യമാണ്. അപ്പൊ ഒരു പ്രാങ്ക് ചെയ്യുന്ന ആള് എന്ന രീതിക്ക് ഇക്കൊക്കെ കണ്ടപ്പോൾ എന്താ തോന്നിയേ? അതായത് ഞാൻ പ്രാങ്ക് ചെയ്തിട്ടപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, മറ്റൊരാളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒറ്റ പ്രാങ്ക് ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ ആ വാക്ക് എന്നുള്ളതിലല്ല, മറ്റൊരാൾക്ക് വേദന ഉണ്ടാകുന്ന ഒരു പദപ്രയോഗം എന്നുള്ള രീതിയിലാണ് യഥാർത്ഥത്തിൽ. അല്ല, വാക്ക് വളരെ മോശമെന്നല്ല, അല്ല, അതൊരു അങ്ങനെയല്ല കാണേണ്ടത്. ആ വ്യക്തിക്ക് അത് ഇൻസൾട്ടായി, അവർ ചെയ്യുന്ന ഒരു ജോബിന് അത് ഇൻസൾട്ടായി തോന്നിയത് കൊണ്ടാണ് അവരത് മറുപടി പോലും പറയാതെ കട്ട് ചെയ്ത് പോയത്. അത് അവരുടെ ക്വാളിറ്റിയാണ്, തിരിച്ചവരൊന്നും പറഞ്ഞിട്ടില്ല. ഈ അവരെന്തെങ്കിലും പറഞ്ഞായിരുന്നെങ്കിൽ ഈ പറയുന്നവരൊക്കെ അവർ അതിനും വേറെ വ്യാഖ്യാനം കണ്ടെത്തിയാണ്. പക്ഷെ അവരൊന്നും പറയാതെ പോവുകയും അത് അവരുടെ ഒരു ക്വാളിറ്റി. ഇനി ഈ പറയുന്ന കുട്ടി അത് തെറ്റാണെന്ന് മനസ്സിലായി, ഈ തെറ്റ് പറ്റാത്തവരൊന്നും ലോകത്താരുമില്ല, അത് തെറ്റാണെന്ന് പൂർണ്ണമായി ബോധ്യപ്പെടുകയും അത് വന്നൊരു വീഡിയോയിൽ ഞാൻ കണ്ടതാണ്. ആ വീഡിയോയിൽ ആ കുട്ടി വന്ന് പറയുകയും ചെയ്തു. എന്നിട്ടും ഇവിടെ ഈ രണ്ട് കാലിലും മന്ദം വെച്ചുകൊണ്ട് ഒരു കാലിനെ മന്ദാന്ന് വിളിക്കുന്ന കണക്ക് ആ കുട്ടിയെ വീണ്ടും വീണ്ടും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, അഹങ്കാരത്തിന്റെ മുഖം ഇതുവരെ മാറിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതിനോട് എനിക്ക് യോജിപ്പില്ല. ആ കുട്ടി ചെയ്തത് ശരിയെന്നല്ല അതിനർത്ഥം. അങ്ങനെ മനസ്സിലാക്കേണ്ട അങ്ങനെയല്ല. ആ കുട്ടി പറഞ്ഞത് തെറ്റാണ്, പക്ഷേ തെറ്റോ പറ്റാത്ത ആരുണ്ട്? പറ്റും. അപ്പൊ അതിനെ ഒന്ന് തിരുത്തിയില്ലേ, വന്ന് മാപ്പ് പറഞ്ഞില്ലേ, എന്നിട്ട് പിന്നെ അതിനെ ദ്രോഹിക്കുന്ന ഈ വീണ്ടും കല്ലെറിയുന്നവന്മാരുടെ അടുത്താണ് എനിക്ക് ദേഷ്യം.